ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ബ്രോക്കൺ മിറർ വെച്ചിട്ട് നമ്മളൊരു എസ്തറ്റിക്കായിട്ട് എന്തെങ്കിലും ഒരു ഹോം ഡെക്കോർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ഇതുപോലെ റോപ്പ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സംഭവം ഇത് ആക്ച്വലി ഭയങ്കര ഒരു ഈസി പ്രോസസ്സാട്ടോ, ആർക്കും ചെയ്യാവുന്നൊരു സംഭവമാണ്. ഇതുണ്ടോ, ജസ്റ്റ് നമ്മൾ ഗം ചെയ്യുന്നു, അത് ചുറ്റുന്നു, ഗം ചെയ്യുന്നു, ചുറ്റുന്നു, അങ്ങനെ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ മിററിൻ്റെ പിന്നിൽ ശരിക്കൊരു കഥയുണ്ട് കേട്ടോ. ഇതിൻ്റെ അമ്മയുടെ റൂമിലുള്ള ഒരു മിററായിരുന്നേ. പൊട്ടിയതായതുകൊണ്ട് അമ്മ അത് കളയാൻ നിന്നായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ അറിയാലോ, പൊട്ടിയ മിററാകുമ്പോൾ എല്ലാവരും പറയാലോ വീട്ടിൽ ദാരിദ്ര്യം വരും, അങ്ങനെ വരും, ഇങ്ങനെ വരുന്നു. അതുകൊണ്ട് അത് കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഇപ്പോൾ നോർമലി വീട്ടിൽ ആരെന്ത് കളയുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അല്ല ഇതെന്തിനേലും ആവശ്യമുണ്ടോ, ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു ഈ മിറർ വല്ല ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ മിററല്ലേ, എന്തെങ്കിലും ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ഈ മിററിൻ്റെ ഓൾ ഓവർ കണ്ട ഒരു ശംഖ് പോലുള്ളൊരു സംഭവം അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണുന്ന പോലെയല്ല, ഭയങ്കര ഹാർഡാണ് കേട്ടോ, അത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ എന്തിന് ഓർമ്മ വന്ന്, റോപ്പിന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ റോപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ റോപ്പിൽ കണ്ടോ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഫുൾ ചുറ്റി കഴിഞ്ഞ സമയത്ത് ആ ഷെയ്ഡ് എന്താ വെച്ചാൽ, അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഇങ്ങനെയുള്ള ഡിസൈനുള്ള റോപ്പാണെന്നാണോ? തെറ്റിപ്പോയി ഗൈസ്, അതൊരു ഡിസൈനല്ല, അത് ആക്ച്വലി അതിൻ്റെ ചളിയാണ് കേട്ടോ. ആ റോപ്പ് പിടിച്ച് അതിൻ്റെ ചളിയായി പോയതാണ്. കണ്ണി റോപ്പ് ഏതോ കാലത്തുള്ള ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇല്ലേ, അതിന് ചേർന്നപ്പോൾ അതിൻ്റെ റോപ്പായിരുന്നു അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. ഞാനങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എന്ത് ചെറിയ സാധനം കിട്ടിയാലും അത് എടുത്ത് വെക്കും. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കില്ലെങ്കിലും പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കും. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞു തരാമെന്നറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇത് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ഈ റോപ്പിൻ്റെ ആ സൈഡിലും ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ മാറി നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ റോപ്പ് ഞാൻ പറഞ്ഞില്ല, കുറേ മുന്നത്തെ റോപ്പാണ്. അപ്പോൾ അത് കുറേ ചളിയുണ്ട്, ഇങ്ങനെ ദ്രവിച്ച് പോകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള റോപ്പാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണെന്ന്. എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും പിന്നെ നമുക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. ഇതുപോലെ എന്തൊക്കെയോ കുറേ ആക്രി സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ പയ്യെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ കുറച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അതൊന്ന് റോപ്പല്ലേ, അപ്പോൾ റോപ്പിൻ്റെ ആ ഇഴ ഇങ്ങനെ അഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫുൾ എല്ലാത്തിൻ്റെയും നമ്മൾ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദ്രവിച്ചതായതുകൊണ്ട് നമ്മൾ അഴിച്ചു പോകുന്ന സമയത്തേ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. ഇത് കണ്ടോ, എന്നിട്ട് നമ്മൾ ആ ചീകി കൊടുക്കുന്ന സമയത്തൊക്കെ കുറേ ഇങ്ങനെ പൊട്ടി വരുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അധികം ചീകാൻ നിന്നിട്ടില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് നല്ല റോപ്പാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചീകി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ അങ്ങനെ സെൻറ്ററിൽ തൂക്കിയിടാൻ കുറച്ചൊരു വലിയ സൈസിലുള്ളതൊന്നും ഉണ്ടാക്കി. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഇത് അൺഈവനായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ക്രാഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനത്തെ ഡെക്കോറൊക്കെ ചെയ്യുന്നത്? പക്ഷേ അതിന് ഈ ത്രെഡല്ല, ഈ റോപ്പല്ല യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ചീകി എടുക്കുമ്പോൾ കറക്റ്റ് റെഡിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇത് പക്ഷേ മറ്റേ കേളി ഹെയർസൊക്കെ ഇല്ലേ, കേളി ഹെയറൊക്കെ വെച്ചിട്ടുള്ളത് പോലെ. കേളി ഹെയർ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. സ്ട്രെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ മേ ബി കുറച്ച് ശരിയാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. നല്ല ഐഡിയ ആണ്, ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ഗം ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഷോഫിന് വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ. ആ സൈഡിൽ ഏറ്റവും വലിയ സംഭവം അതങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ രണ്ടെണ്ണം കൂടി അപ്പുറവും ഇപ്പുറവും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, അന്ന് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ അതും നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അപ്പോൾ താഴെയുള്ളതും കൂടി ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യണം. ആക്ച്വലി ഇങ്ങനെ അൺഈവനായിട്ടുള്ളതും കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, എനിക്കിഷ്ടമായിരുന്നു. ബട്ട് നമ്മൾ എപ്പോഴും നീറ്റായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് സൈഡിലുള്ളതും കൂടി കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചു. ഈ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ ബാലൻസ് വരുന്ന ആ ത്രെഡിൽ, ആ
ത്രെഡും ആക്ച്വലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയയും ഇല്ല. പക്ഷെ ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന എന്ത് ചെറിയ സാധനവും ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ എടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും എടുത്ത് വെച്ച് കളയാൻ തോന്നില്ല. കളയുമ്പോഴാണ് നമുക്ക് ഇനിയിപ്പം നമ്മൾ കളഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ആലോചിക്കും, അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നില്ലേ. എന്തെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കളയുകയാണെങ്കിൽ പിന്നെ എനിക്ക് റിഗ്രറ്റ് വരാറില്ല. അതാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ഗം ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചെറിയ അങ്ങനെ മാർക്ക് ചെയ്യാൻ മീൻസ് മൈൻഡിൽ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇതിങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടും ഗം ചെയ്ത് കളഞ്ഞു. അപ്പം ഫൈനൽ ലുക്ക് എവിടെ ഒന്നുകൂടി താഴ്ത്തി പിടിക്കും. യെസ്, ഇതാണ് കേട്ടോ. രസമല്ലേ? പക്ഷേ ആ സംഭവത്തിൽ ചളി ഉണ്ടെങ്കിലും അത് കാണാൻ ഭംഗിയുണ്ടല്ലേ ഫൈനലായിട്ട് വരുമ്പോൾ. എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി എൻ്റെ വക ഒരു ഇത് പിടിച്ചിട്ട് ഒരു ഷോ ഓഫ് കൂടി കണ്ടിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ ബൈ.